കഥാപ്രസംഗം കെടാമംഗൽ സദാനന്ദ മാഷ് ശിഷ്യനാവാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടിയ ഒരു കലാകാരനായതെന്നുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കണം, നമ്മൾ പരസ്പരം സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ സ്നേഹിക്കണം, നിങ്ങൾ എന്നെ സ്നേഹിക്കണമെന്ന് സ്നേഹത്തിൻ്റെ അടിത്തറ എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം എന്താണ്? മാതൃസ്നേഹം. ഒരമ്മ മക്കളെ സ്നേഹിക്കുന്ന പോലെ ഈ ലോകത്ത് ആർക്കെങ്കിലും ആരെയെങ്കിലും സ്നേഹിക്കാൻ ഒക്കുമോ? തന്നെയല്ല, അമ്മയെന്ന് കേൾക്കുമ്പോൾ അറിയാതൊരു ഭക്തി, ബഹുമാനം, എന്തൊക്കെയോ കുറെ വികാരവിചാരങ്ങൾ നമുക്കുണ്ടാവാറുണ്ട്. അമ്മ, എൻ്റെ അമ്മ എന്ന ശബ്ദമൊന്നുയരുമ്പോൾ ആ ക്ഷണം തുടിക്കാത്ത ഹൃദയം, ഒന്ന് നിന്നുകൂപ്പാത്ത കൈകൾ ഉണ്ടോ? ഉണ്ടോ? ചിലപ്പോൾ ഉണ്ടാവും. അത് അവരുടെ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് ഒരു 1-2 കൊല്ലം, എന്തിനും 1-2 കൊല്ലം, 1-2 ദിവസം മതി. ഒരു ദിവസം തൻ്റെ അത്താഴ ഊണും കഴിഞ്ഞ് തൻ്റെ അതിമനോഹരമായ മണിയറയിലെ മണിമഞ്ചം, മണിമഞ്ചം എല്ലാവർക്കും ഉണ്ടാവില്ല, വെറും ഒരു കട്ടിൽ, വെറും കട്ടിൽ രസമില്ല, തൊട്ടിൽ പോലെ ആടുന്ന ഊഞ്ഞാക്കട്ടിലിരിക്കുമ്പോൾ നല്ല ഒന്നാന്തരം പശുവും പാല് കാച്ചി കുറുക്കി പാകത്തിന് പഞ്ചസാരയും ചേർത്ത് വടക്കമ്പാട്ടുകാരൻ പറഞ്ഞ പോലെ ആമാട് കരച്ച് കലക്കി അങ്ങ് കൊടുത്ത് കുടിച്ചതിൻ്റെ രുചി തീരുന്നതിനിടക്ക് പഴുത്തടക്കയും തുളസി കിളിവാലം പെറ്റിലും ചേർത്തൊരു മുറുക്കിൻ്റെ കാര്യം പറഞ്ഞ മറ്റൊരു സംഭവം ഓടി വന്ന്, കല്യാണം കഴിഞ്ഞ് പരനാളെത്തിയാലും ഭർത്താവിൻ്റെ ഇഷ്ടത്തിനൊന്നും ഓർത്ത് കൊടുക്കില്ല. എന്തെല്ലാം ബന്ധപ്പാടുകളാണ്, കുഞ്ഞുങ്ങളെ നോക്കണം, വീട്ടുജോലി, എന്തെല്ലാം പ്രാരാബ്ദങ്ങളാണ്. ഒരു ദിവസം അദ്ദേഹം, പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് എറണാകുളം വരുമ്പോഴും അല്പം ഊണ്, പിന്നെ ഊണ്, കുഞ്ഞുങ്ങളത് കഴിയുമ്പോഴാണ് ഊണ്. ഈ പേരൻസ് തന്നെ അടുത്തൊരു ഓണം അല്ലെങ്കിൽ ഉത്സവം അല്ലെങ്കിൽ പിറന്നാൾ, ഇങ്ങനെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ അടുത്ത് വരികയാണെങ്കിൽ ഇടയ്ക്ക് വെച്ച് വെള്ളമൊക്കെ ഇട്ട് കാത്തു നിൽക്കുകയായിരിക്കും. വേഗം വന്നാട്ടെ, കൈയും കാലും മുഖം കഴുകി ഊണ് കഴിച്ചാട്ടെ. യാതൊരു സംശയം തന്നോട് തന്നെയാണോ? അൽപ്പുറയിൽ മറ്റാരെങ്കിലും ഉണ്ടോ? തിരിഞ്ഞു നോക്കി ആരുമില്ല. ധൈര്യം ആഹാരം കഴിച്ച് പുറത്തിറങ്ങുമ്പോൾ മുറുക്കാൻ എടുക്കാൻ പറഞ്ഞാൽ എടുക്കില്ല. പിന്നെ നിന്നോടാ മുറുക്കാൻ ഇങ്ങനെ എടുക്കാനല്ല പറഞ്ഞ ആ വാക്കിൻ്റെ ഗൗരവമനുസരിച്ച് എടുത്തു കൊടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈ തൻ്റെ പുറമെ വെല്ലപുരത്തേക്കേടും പറ്റിപ്പോയെങ്കിലോ എന്ന് വിചാരിച്ച് എടുത്തു കൊടുക്കണം. അതെങ്ങനെ തീർക്കുന്നത്? നിങ്ങൾക്ക് മുറുക്കണം, മുറുക്ക് എന്ന് വെറ്റിൽ ഒറ്റ തേപ്പാണ്. ഇത് തേച്ച് ഉരുട്ടി കൊടുത്താൽ പിന്നെ ഒരു 1.5 ആഴ്ചത്തേക്ക് പച്ചവെള്ളം പിടിക്കാൻ പാവപ്പെട്ടവന് പറ്റില്ല. ഇതങ്ങനെയല്ല, നല്ല ഒന്നാന്തരം പഴുത്തടക്കയും തുളസി കിളികാലം പറ്റുകയും ചേർത്തൊരു മുറുക്കിനും കൊടുത്ത് മുറുക്കി ചൊക എന്ന് വരുമ്പോൾ പയ്യെ പറയുന്നുണ്ട്, കരളിൻ കരളെ കരുണക്കടലെ കനിയുകയെന്നിൽ പ്രാണേശ, 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 കരളിൻ കരളേ. ഭാര്യ എന്ന് ഭർത്താക്കന്മാരെ വിളിക്കുന്ന ഇങ്ങനെ പണ്ടൊക്കെ വിളിച്ചിരുന്നത് കേട്ടോ. അപ്പോഴേ അപ്പുറത്ത് ഞങ്ങളുടെ ആള്, കുഞ്ഞിൻ്റെ അച്ഛൻ, സരസയുടെ അച്ഛൻ, നരസുവിൻ്റെ അച്ഛൻ, എൻ്റെ മോൻ്റെ അച്ഛൻ. സംശയം കൊണ്ട് തീർന്നോട്ടെന്ന് വെച്ചാൽ പരിഷ്കാരികൾ ഐസ്, മിസ്റ്റർ, ഹലോ, ഡാർലിംഗ് എന്നൊക്കെയാണ്. ഇപ്പം ഇതൊക്കെ മാറി. ഇന്ന് ഭാര്യമാർ ഭർത്താക്കന്മാരെ വിളിക്കുന്നത് കരളെ, മലരെ, തളിരെ, കുളിരെ, കൊടലേ. ഇത് സാരമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഇരട്ടപ്രയോഗം ഉണ്ട്, അതാണ് സഹിക്കാൻ പാടില്ലാത്ത. കരളിൻ്റെ കരളെ, മലരിൻ്റെ മലരെ, തളിരിൻ്റെ തളിരെ, കുളിരിൻ്റെ കുളിരെ. അങ്ങനെ കരളിൻ കരളെ കരുണക്കടലെ കനിയുകയെന്നിൽ പ്രാണേശ, കരളിൻ കരളെ കരുണക്കടലെ കനിയുകയെന്നിൽ പ്രാണേശ. ഞാൻ ആലോചിക്കണം, 10-22 വയസ്സ് വരെ വളർത്തിയത് അച്ഛനെയാണ്. അവരെ പോലും കാണണമെന്ന് ആഗ്രഹമില്ല. വിവാഹം കഴിഞ്ഞിട്ട് ദിവസം 2 എന്നാൽ ഒരു നിമിഷം ഈ മോഹനവദനം കാണാതെങ്ങനെ കഴിയും? ഒരു നിമിഷം